പാർലമെന്റ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പി. തൃശൂരിൽ നേടിയ മുന്നേറ്റമാണ് ആത്മവിശ്വാസമെന്ന് ഒല്ലൂരിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി ബിജോയ് തോമസ് പറയുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒല്ലൂരിൽ നേടിയ 60,000 വോട്ടുകൾ തെളിയിക്കുന്നത് താമരയ്ക്ക് വോട്ട് ചെയ്യാൻ ആളുകൾക്ക് മടിയില്ല എന്നാണ്. മണ്ഡലത്തിൽ ജനിച്ചു വളർന്ന തനിക്ക് വലിയ പിന്തുണയാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള തനിക്ക് മത്സരിക്കാൻ അവസരം നൽകിയത് പാർട്ടി നടത്തുന്ന പരീക്ഷണമല്ലെന്നും അംഗീകാരമാണെന്നും ബി.ജെ.പി. സ്ഥാനാർത്ഥി പറയുന്നു. തൃശ്ശൂരിൽ അതിവാശിയേറിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് നടക്കുന്നത്. ഒല്ലൂർ മണ്ഡലത്തിലും അതേ നിലയിലുള്ള വാശി തന്നെയാണ് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ളത്. റവന്യൂ മന്ത്രി കെ രാജനെതിരെ മത്സരിക്കുന്നത് KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്തും BJP-യുടെ എറണാകുളം മേഖലാ ഭാരവാഹിയായ ബിജോയ് തോമസുമാണ്. NDA സ്ഥാനാർത്ഥി നമ്മൾക്കൊപ്പമുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നു. വലിയ മത്സരമാണ് ഒല്ലൂരിനെ സംബന്ധിച്ചുകൊണ്ട്. ഒല്ലൂരിന്റെ സിറ്റിംഗ് MLA-യും മന്ത്രിയുമായിട്ടുള്ള കെ രാജനെതിരെയാണ് പ്രധാന മത്സരം. എങ്ങനെ നോക്കിക്കാണുന്നു ഇതുവരെയുള്ള കാര്യങ്ങൾ? ഈ തെരഞ്ഞെടുപ്പിൽ NDA സംബന്ധിച്ചിടത്തോളം ഒരു വികസിത ഒല്ലൂരിന് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങൾ താമരയിൽ വോട്ട് ചെയ്യും, അതിലൂടെ വിജയിക്കുമെന്നതിൻ്റെ പ്രതീക്ഷയിലാണ് ഞാൻ മത്സരിക്കുന്നത്. BJP-ക്ക് പൊതുവായി ഉയർത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ മുദ്രാവാക്യങ്ങൾക്കപ്പുറം സ്വന്തം നിലയിൽ ചില കാര്യങ്ങൾ വോട്ടർമാരോട് പറയാറുണ്ട്. സ്വന്തം നിലയിൽ ചില കാര്യങ്ങൾ ഒല്ലൂരുമായി ബന്ധപ്പെട്ട് പ്രചാരണ വേദികൾ ഉയർത്താറുണ്ട്. എന്തെല്ലാമാണെന്നൊന്ന് പറയാം. ഒന്ന് പ്രധാനമായിട്ടും ഒല്ലൂർ നിയോജകമണ്ഡലത്തിന് ഡാമുണ്ട്, പക്ഷേ ഒല്ലൂർ നിയോജകമണ്ഡലത്തിന് കുടിവെള്ളം ഇല്ല. അതേപോലെ തന്നെ ആരോഗ്യ മേഖല ഏറെ കുട്ടിഘോഷിച്ചുകൊണ്ട് പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിൽ ആരോഗ്യ മേഖലയിൽ ഞാനും ഇപ്പം നിങ്ങളും ഇവിടെ നിൽക്കുന്ന ഈ പീച്ചി മേഖലയാണ്. 40-50 വർഷങ്ങൾക്ക് മുമ്പ് കിടത്തി ചികിത്സ ഉണ്ടായിരുന്ന ആശുപത്രി ഉണ്ടായിരുന്നു. അതിൽ ഗൈനക്ക് വരെ പ്രവർത്തിച്ചിരുന്നു, പല ഡിപ്പാർട്ട്മെൻറ്റുകളും പ്രവർത്തിച്ചിരുന്നു. ഇവിടെയുള്ള പലരും പ്രസവിച്ചത് ആ പീച്ചി ആശുപത്രിയിലാണ്. ഇന്ന് അവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെ അങ്ങനെ ഒരു ആശുപത്രി ഇല്ല. അതേപോലെ തന്നെ നമ്മുടെ തോട്ടപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ കിടത്തി ചികിത്സ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല. ഈ മലയോര ഗ്രാമീണ മേഖലയിലുള്ള ആളുകളുടെ ആരോഗ്യ മേഖലയിൽ ശ്രദ്ധ കൊടുക്കാനായിട്ട് ആർക്കും കഴിഞ്ഞിട്ടില്ല. BJP അത് വളരെ വ്യക്തമായിട്ട് ഉയർത്തുന്നു. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന പക്ഷം സെൻട്രൽ ഗവൺമെൻറ് സഹായത്തോട് കൂടിയിട്ട് ഈ മണലിപ്പുഴ നവീകരണത്തിൻ്റെ ഒരു പദ്ധതി വലുതായിട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. അതേപോലെ തന്നെ പീച്ചി ഡാമിൻ്റെ സംഭരണശേഷി കൂട്ടേണ്ടത്. വിദ്യാഭ്യാസ മേഖല ഈ കിഴക്കൻ പ്രദേശങ്ങളിൽ തന്നെ എടുത്ത് നോക്കുന്ന സമയത്ത് +2 ഇല്ലാത്ത വിദ്യാലയങ്ങൾ ഇപ്പോഴും ഉണ്ട്. പീച്ചിയിൽ ഇവിടെ കൊമേഴ്സ് അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ മാത്രമേ ഉള്ളൂ, ഒരു സയൻസ് ഗ്രൂപ്പില്ല. അപ്പോൾ എന്തുകൊണ്ടത് ഉണ്ടാവുന്നില്ല? ഇവിടുത്തെ ഈ മേഖലയിലെ ആദിവാസി കുട്ടികളടക്കമുള്ളവർ അവരാരും ഒരു സയൻസ് ഡോക്ടറോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എഞ്ചിനീയറിംഗ് ലെവലിലേക്ക് വരണ്ടെന്നാണോ തീരുമാനിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ ഒല്ലൂരിൻ്റെ വികസനം മോദിയുടെ സഹായത്തോട് കൂടിയിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള വോട്ട് താമരയിൽ ചെയ്തുകൊണ്ട് എന്നെ വിജയിപ്പിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വ്യക്തമാണ് സ്ഥാനാർത്ഥിയുടെ ആത്മവിശ്വാസം. പ്രധാനമന്ത്രി 29-ന് കേരളത്തിലേക്ക് എത്തുന്നു, തൃശ്ശൂരിലേക്ക് എത്തുന്നു. അത്തരത്തിലുള്ള ഒരു വലിയൊരു ആവേശത്തിൽ നിൽക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വളരെ എളുപ്പത്തിൽ തന്നെ നിലവിലെ സ്ഥാനാർത്ഥികളെ മറികടന്ന് വിജയിക്കാനാകുമെന്ന് തന്നെയാണ് NDA-യുടെ സ്ഥാനാർത്ഥി ബിജോയ് തോമസ് നമ്മളോട് പറയുന്നത്. രാഹുൽ സുദേവിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശ്ശൂർ.